എന്താണ് യഥാർത്ഥ സ്നേഹം? സ്നേഹം ഒരുപാട് കാര്യങ്ങളാണ്. സ്നേഹം ഒരു ക്രിയയാണ്. സ്നേഹം നിരന്തരമായ ചലനത്തിലാണ്. അത് ശക്തമാണ്, അത് ശാക്തീകരിക്കുന്നതുമാണ്. പക്ഷേ യഥാർത്ഥ പ്രണയത്തിന്റെ കാര്യമോ? രണ്ടും പറയുന്നതായി നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് വ്യത്യാസം? സാരാംശത്തിൽ യഥാർത്ഥ പ്രണയം എന്നത് ഒരാളെയും അവരുടെ ചുറ്റുമുള്ള എല്ലാറ്റിനെയും പൂർണ്ണമായും സ്നേഹിക്കുന്നു എന്ന തോന്നലാണ്. യഥാർത്ഥ പ്രണയം ബന്ധത്തിലെ ഓരോ വ്യക്തിയെയും പോലെ അവ്യക്തവും അതുല്യവുമാണ്. യഥാർത്ഥ പ്രണയത്തിന് മികച്ച ഒരു പാചകക്കുറിപ്പ് ഇല്ല. എന്നിരുന്നാലും ബന്ധങ്ങൾ ബഹുമാനം, സത്യസന്ധത, വിശ്വാസം, സുരക്ഷ, അതെ, സ്നേഹം എന്നിവയുടെ കരാറുകളാണ്. ആരും ആരുടേതുമല്ല, പക്ഷേ നമ്മുടെ യഥാർത്ഥ പ്രണയവുമായി നമുക്ക് ഒരു പ്രത്യേക ബന്ധവും പങ്കിടാം. യഥാർത്ഥ സ്നേഹത്തിന്റെ അർത്ഥമെന്താണ്? അപ്പോൾ യഥാർത്ഥ സ്നേഹം കണ്ടെത്തുക എന്നതിന്റെ അർത്ഥമെന്താണ്? യഥാർത്ഥ സ്നേഹം കണ്ടെത്തുമ്പോൾ അത് ഏറ്റവും ആവേശകരവും എന്നാൽ ആശ്വാസകരവുമായ നിമിഷമാണ്. നിങ്ങൾക്ക് ആത്യന്തികമായി നിങ്ങളാകാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയുമ്പോൾ, ആരെങ്കിലും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അത് നിങ്ങൾ മുമ്പ് അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം നൽകുന്നു. എന്നിരുന്നാലും വ്യത്യസ്ത ആളുകളിൽ യഥാർത്ഥ സ്നേഹം വ്യത്യസ്തമായി കാണപ്പെടുന്നു. എന്നാൽ വ്യത്യാസം അറിയാൻ നിങ്ങളെ സഹായിക്കുന്ന ചില അടയാളങ്ങളുണ്ട്. യഥാർത്ഥ പ്രണയം എന്നത് നിങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു അതുല്യവും വികാരഭരിതവുമായ ബന്ധമാണ്. അത് അവർക്ക് എന്ത് അർത്ഥമാക്കുന്നു എന്നത് പരിഗണിക്കാതെ തന്നെ മറ്റൊരാൾക്ക് ഏറ്റവും നല്ലത് ആഗ്രഹിക്കുന്ന ദമ്പതികളെന്ന നിലയിൽ. ആരോഗ്യകരമായ ഒരു സ്നേഹബന്ധത്തിനുള്ള അടിത്തറയാണിത്. യഥാർത്ഥ പ്രണയം ആധികാരികവും ആത്മാർത്ഥവുമാണ്. നിങ്ങളുടെ ബന്ധത്തിൽ അതിന് കാര്യമായ അർത്ഥമുണ്ട്. കാരണം പോരാമകളിലൂടെയും എല്ലാത്തിലൂടെയും യഥാർത്ഥ പ്രണയത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാം. ഒടുവിൽ നിങ്ങളുടെ ഉറ്റ സുഹൃത്തിനെ കണ്ടെത്തി. യഥാർത്ഥ സ്നേഹം നിലവിലുണ്ടോ? ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, ശരി, അത് കേൾക്കുമ്പോൾ വളരെ നന്നായി തോന്നുന്നു. പക്ഷേ യഥാർത്ഥ പ്രണയം യഥാർത്ഥത്തിൽ നിലവിലുണ്ടോ? അതെ, അത് നിലനിൽക്കുന്നു. എല്ലാവർക്കും അത് വ്യത്യസ്തമായി കാണപ്പെടുന്നു. എല്ലാവരും ജീവിതത്തിലെ വ്യത്യസ്ത സമയങ്ങളിൽ അവരുടെ യഥാർത്ഥ പ്രണയം കണ്ടെത്തുന്നു. ചിലർ അവരെ നേരത്തെ കണ്ടെത്തുന്നു, മറ്റു ചിലർ ജീവിതകാലം മുഴുവൻ കാത്തിരിക്കുന്നു. പക്ഷേ അത് നിലനിൽക്കുന്നു. നിങ്ങളുടെ ജീവിതകാലത്ത് ഒന്നിലധികം യഥാർത്ഥ പ്രണയങ്ങൾ ഉണ്ടാകാൻ പോലും സാധ്യതയുണ്ട്. അത് ആവേശകരവും തീവ്രവുമായ ഒരു വികാരമാണ്. അത് അടുപ്പമുള്ളതും ആഴമേറിയതും വികാരഭരിതവുമാണ്. എന്നാൽ അത് ശാരീരിക അഭിനിവേശത്തിനപ്പുറം ഹൃദയത്തിലേക്കും മനസ്സിലേക്കും പോകുന്നു. പ്രണയവും യഥാർത്ഥ പ്രണയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശരി, ഇപ്പോൾ നമ്മൾ യഥാർത്ഥ പ്രണയത്തിന്റെ നിർവചനത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇനി പ്രണയവും യഥാർത്ഥ പ്രണയവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് സംസാരിക്കാം. യഥാർത്ഥ പ്രണയത്തിന്റെ കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് പ്രകടനം നടത്താൻ സമ്മർദ്ദമില്ല അല്ലെങ്കിൽ അംഗീകാരം ആവശ്യമില്ല. നിങ്ങൾക്ക് പൂർണ്ണമായും നിങ്ങളാകാൻ കഴിയും. കാലക്രമേണ കൂടിച്ചേരുന്ന എല്ലാ ചെറിയ കാര്യങ്ങളും എന്തെങ്കിലും തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയില്ലാതെ നിരുപാധികമായ സ്നേഹം കാണിക്കുന്നു. ഇത് നിങ്ങളുടെ വയറ്റിൽ ചിത്രശലഭങ്ങളെക്കുറിച്ചല്ല, മറിച്ച് ശാന്തത, സമാധാനം, വിശ്വാസം എന്നിവയുടെ നിരന്തരമായ വികാരത്തെക്കുറിച്ചാണ്. ഇത് ആവശ്യപ്പെടുന്നതോ പരുഷമായതോ അവിശ്വാസമുള്ളതോ അല്ല. യഥാർത്ഥ സ്നേഹം നിലനിർത്താനുള്ള 15 വഴികൾ. ശരി, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ പ്രണയം കണ്ടെത്തി. ഇനി എന്ത്? ഓർക്കുക, സ്നേഹം ഒരു പ്രവർത്തന ക്രിയയാണ്. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ പ്രണയം കണ്ടെത്തുമ്പോൾ ആരോഗ്യകരമായ, സ്നേഹനിർഭരമായ ബന്ധം നിലനിർത്താൻ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം. യഥാർത്ഥ സ്നേഹം നിലനിർത്താനുള്ള ഞങ്ങളുടെ 15 വഴികൾക്കായി തുടരുക. 1. നിങ്ങൾ വാത്സല്യമുള്ളവനാണ്. നമ്മുടെ പങ്കാളിയോട് വാത്സല്യം പ്രകടിപ്പിക്കുന്നത് യഥാർത്ഥ സ്നേഹം നിലനിർത്തുന്നതിന്റെ വലിയൊരു ഭാഗമാണ്. വിശ്വാസം, സ്നേഹം, സുരക്ഷ, ആകർഷണം, പരസ്പരം വികാരങ്ങൾ പ്രകടിപ്പിക്കൽ എന്നിവയുൾപ്പെടെ ഒരു ബന്ധത്തിൽ വാത്സല്യം നിരവധി കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. പതിവായി ശാരീരിക ബന്ധത്തിലൂടെയും വാത്സല്യത്തിലൂടെയും ബന്ധം നിലനിർത്തുന്നതിനുള്ള സജീവമായ ശ്രമം നിലനിർത്തുന്നത് നിങ്ങളുടെ പങ്കാളിയോട് നിങ്ങളുടെ യഥാർത്ഥ സ്നേഹം കാണിക്കാൻ സഹായിക്കുന്നു. ഒരു ബന്ധത്തിൽ വാത്സല്യവും ശാരീരിക സ്പർശനവും ഒരു പതിവ് സംഭവമായി മാറിയേക്കാം. എന്നിരുന്നാലും നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തിന്റെ തീപ്പൊരി നിലനിർത്താനും വാത്സല്യം നൽകാനും സ്വീകരിക്കാനും ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും യഥാർത്ഥത്തിൽ പ്രണയത്തിലായിരിക്കുന്ന ആരോഗ്യകരവും പ്രതീക്ഷ നൽകുന്നതുമായ ഒരു ബന്ധം നിലനിർത്തുന്നതിനുള്ള പാതയിലാണ്. 2. നിങ്ങൾ പരസ്പരം അംഗീകരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലോ ആരോഗ്യത്തിലോ എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ ഉള്ളിലെ ഏറ്റവും ആന്തരിക ചിന്തകൾ പങ്കുവച്ചതിന് അവർ നിങ്ങളെക്കുറിച്ച് കുറച്ചുകാണുകയോ വിധിക്കുകയോ ചെയ്യില്ലെന്ന് നിങ്ങൾക്ക് ഒരു സംശയവുമില്ലാതെ പങ്കിടാനും മനസ്സിലാക്കാനും കഴിയുമെന്ന് യഥാർത്ഥ സ്നേഹത്തിന് അറിയാം. നിങ്ങളുടെ കയ്യിലുള്ള വിഷയം എന്തുതന്നെയായാലും അവർ എപ്പോഴും നിങ്ങളെ ശ്രദ്ധിക്കുകയും കേൾക്കുകയും ചെയ്യും. നിങ്ങളുടെ യഥാർത്ഥ പ്രണയവുമായുള്ള ബന്ധം നിലനിർത്തുന്നത് നിങ്ങളുടെ പങ്കാളി നല്ലതും ചീത്തയും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമെന്ന അറിവിൽ സുഖമായി വിശ്രമിക്കുക എന്നതാണ്. നിങ്ങൾ ആരാണെന്ന് അവർക്ക് അറിയാം. നിങ്ങൾ മാറണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. നേരെ മറിച്ച്, ഒരു യഥാർത്ഥ പ്രണയബന്ധത്തിൽ നിങ്ങൾ മറ്റൊരാളെ പൂർണ്ണമായി അംഗീകരിക്കുന്നു. അവർ മാറണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു. ശാരീരികമോ വൈകാരികമോ ആയ അർത്ഥത്തിൽ സുരക്ഷിതത്വം അനുഭവിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നു.
എന്നിരുന്നാലും ഒരു ബന്ധത്തിൽ സുരക്ഷിതത്വം അനുഭവിക്കുന്നതിന്റെ മറ്റൊരു വശം ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നുവെന്നും സുരക്ഷിതരാണെന്നും അറിയുക എന്നതാണ്. 4. നിങ്ങൾ നിങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നു. വാഗ്ദാനങ്ങൾ പാലിക്കുക എന്നതിനർത്ഥം വലിയ വാഗ്ദാനങ്ങൾ എന്നല്ല. നിങ്ങളുടെ യഥാർത്ഥ പ്രണയിയോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാവുന്ന ലളിതമായ ദൈനംദിന വാഗ്ദാനങ്ങളാകാം അത്. എന്നിരുന്നാലും വാഗ്ദാനങ്ങൾ പാലിക്കുന്നത് ആരോഗ്യകരമായ ഒരു ബന്ധത്തിന്റെ നട്ടെല്ലാണ്. നിങ്ങളുടെ വിശ്വസ്തത നിലനിർത്തുകയും നിങ്ങളുടെ യഥാർത്ഥ പ്രണയത്തിന് നിങ്ങൾ നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുകയും ചെയ്യുക എന്നതാണ് ഏതൊരു ആരോഗ്യകരമായ ബന്ധത്തിന്റെയും കാതൽ. നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ ഉറ്റ സുഹൃത്താണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കില്ല, പിന്നെ എന്തിനാണ് ഒരു വാഗ്ദാനം ലംഘിക്കുന്നത്? 5. പ്രവൃത്തികൾ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു. അത് ഒരു ക്ലീഷേ പോലെ തോന്നാം, പക്ഷേ പ്രവൃത്തികൾ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കും. നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ പ്രണയത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ആ പ്രത്യേക ബന്ധവും പ്രണയവും നിലനിർത്തുന്നത് പ്രവൃത്തികളിലേക്ക് ചുരുങ്ങുന്നു. അവർ സ്നേഹിക്കുന്നുണ്ടോ? അവർ ദയയുള്ളവരാണോ? അവർ അവരുടെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നുണ്ടോ? നിങ്ങൾ അവരോടുള്ള വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടുണ്ടോ? ബന്ധത്തിലെ മറ്റേ വ്യക്തിയെക്കുറിച്ച് നമ്മൾ ധാരാളം സംസാരിച്ചു, പക്ഷേ ഒരു യഥാർത്ഥ പ്രണയബന്ധം സജീവമായി നിലനിർത്താൻ നിങ്ങൾ രണ്ടുപേരും ശ്രമിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ യഥാർത്ഥ പ്രണയവുമായി ഒരു ബന്ധം നിലനിർത്തുന്നത് വളരെയധികം ജോലിയായി തോന്നാം, പക്ഷേ നിങ്ങളുടെ ആത്മാക്കൾ ബന്ധപ്പെടുന്ന ഒരാളെ കണ്ടെത്തുമ്പോൾ എല്ലാം ഒത്തുചേരും. 6. ഞാൻ എന്നതിനു പകരം നമ്മൾ എന്ന രീതിയിൽ സംസാരിക്കുക. നിങ്ങളുടെ യഥാർത്ഥ പ്രണയവുമായി നിങ്ങൾ ഒരു ബന്ധത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ രണ്ട് വ്യത്യസ്ത ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമുള്ള രണ്ട് വ്യത്യസ്ത മനുഷ്യരാണെന്ന് ഓർമ്മിക്കേണ്ടത് ഇപ്പോഴും പ്രധാനമാണ്. എന്നാൽ നിങ്ങൾ ചെയ്യുന്നതെന്തും മറ്റേ വ്യക്തിയെയും ബാധിക്കുമെന്ന് നിങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട്. തൽഫലമായി നിങ്ങൾ പരസ്പരം സ്വന്തമല്ല, പക്ഷേ നിങ്ങളുടെ പങ്കാളിയോടുള്ള ബഹുമാനം നിമിത്തം നിങ്ങൾ ഒരുമയുടെ ബോധം നിലനിർത്തണം. അതായത് നിങ്ങളുടെ വഴിക്ക് എന്തു വന്നാലും നിങ്ങൾ അതിൽ ഒരുമിച്ചാണ്. അത് ഒരു മെഡിക്കൽ രോഗനിർണയമായാലും പ്രായമായ മാതാപിതാക്കളായാലും അല്ലെങ്കിൽ വിജയിക്കാത്ത ഒരു ബിസിനസ് ആയാലും അത് ഒരുമിച്ച് കടന്നുപോകുന്നത് നമ്മൾ ആണ്. ജീവിതം ഒറ്റയ്ക്ക് നയിക്കേണ്ടതില്ലെന്ന് നിങ്ങളുടെ പങ്കാളി അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. 7. നിങ്ങൾ പൂർണ്ണമായും സന്നിഹിതനാണ്. നമ്മുടെ ശ്രദ്ധ തിരിക്കാനും ശ്രദ്ധ പിടിച്ചുനിർത്താനും സൂര്യനു കീഴിലുള്ളതെല്ലാം ഇപ്പോൾ ലഭ്യമാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഫോണുകളും മറ്റ് സാങ്കേതികവിദ്യകളും. എന്നിരുന്നാലും യഥാർത്ഥ പ്രണയം എന്താണെന്ന് അറിയാനുള്ള ഒരു മികച്ച മാർഗം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കൂട്ടുകെട്ട് പൂർണ്ണമായും ആസ്വദിക്കുക എന്നതാണ്. അത്താഴത്തിന് പുറത്തുപോകുമ്പോൾ അവരുടെ കണ്ണുകളിലേക്ക് നോക്കുന്നതാകാം, നിങ്ങളുടെ ഫോണിലേക്ക് നോക്കുന്നതിനുപകരം, അല്ലെങ്കിൽ ഒരു നീണ്ട ദിവസത്തിന്റെ അവസാനം അവരുടെ ജീവിതകഥ കേൾക്കുന്നതാകാം. പോസിറ്റീവും ആരോഗ്യകരവുമായ ഒരു ബന്ധം പുലർത്തുന്നത് എളുപ്പമല്ല. വലുതും ചെറുതുമായ പ്രവൃത്തികളിലൂടെ നിങ്ങളോട് പൂർണ്ണമായും ശ്രദ്ധ ചെലുത്തുന്നത് ഉൾപ്പെടെ ഞാൻ എന്റെ സ്നേഹം പ്രവൃത്തിയിൽ പ്രകടിപ്പിക്കുന്നുവെന്ന് അത് പറയുന്നു. 8. പൂർണ്ണമായും നിങ്ങളായിരിക്കുന്നതിൽ നിങ്ങൾക്ക് സുഖമുണ്ട്. നിങ്ങളുടെ യഥാർത്ഥ പ്രണയത്തിനു മുന്നിൽ നിങ്ങളുടെ വിചിത്രതകൾ, നിങ്ങളുടെ പ്രഭാതശ്വാസം, നിങ്ങൾക്ക് വിശക്കുമ്പോൾ നിങ്ങളുടെ മനോഭാവം, നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വമാകുന്നത് എത്ര നവോന്മേഷദായകമാണ്. അവർക്ക് നിങ്ങളുടെ മുന്നിൽ അവരാകാനും കഴിയും. മറ്റാരെയും കാണാൻ അവർ അനുവദിക്കാത്ത അവരുടെ യഥാർത്ഥ വ്യക്തിത്വം കാണുമ്പോൾ നിങ്ങൾ അവരെ സ്നേഹിക്കും, ഒരുപക്ഷെ അതിലും കൂടുതൽ. സ്നേഹം വിചിത്രമാണ്. നമ്മൾ വിചിത്രമായ കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷേ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് അതൊന്നും പ്രശ്നമല്ല. അതുകൊണ്ട് നിങ്ങൾ ജാഗ്രത കൈവിട്ടു എന്ന് മനസ്സിലാക്കി കുളിക്കുമ്പോൾ അവരെ പാട്ട് കേൾക്കാൻ അനുവദിക്കുമ്പോൾ അതിനർത്ഥം യഥാർത്ഥ സ്നേഹം അന്തരീക്ഷത്തിലുണ്ടെന്നാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ ആ സുഖസൗകര്യങ്ങൾ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. 9. സത്യസന്ധയാണ് ഏറ്റവും നല്ല നയം. സത്യസന്ധയില്ലെങ്കിൽ ഒരു ബന്ധത്തിലും ഒന്നുമുണ്ടാകില്ല. സത്യം പറയുക എന്നത് നിങ്ങളുടെ പങ്കാളിയെ ബഹുമാനിക്കാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ മാർഗങ്ങളിലൊന്നാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ മുതിർന്നവരുടെ ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ വഞ്ചിക്കാൻ ധാരാളം അവസരങ്ങളുണ്ട്. എന്നിരുന്നാലും നിങ്ങളുടെ പങ്കാളികളോട് കള്ളം പറയാനുള്ള പ്രലോഭനത്തെ പോലും ചെറുക്കുക. ഒന്നാമതായി, സത്യം ഒടുവിൽ പുറത്തുവരും. രണ്ടാമതായി, വിശ്വാസവും ദുർബലതയും നിലനിർത്താൻ ചെറിയ നുണകൾ ഉള്ളിലേക്ക് നുഴഞ്ഞുകയറാൻ അനുവദിക്കരുത്, തുടർന്ന് കൂടുതൽ അർത്ഥവത്തായ നുണകളായി മാറരുത്. നിങ്ങളുടെ സ്നേഹത്തിന്റെ അടിത്തറയായി നിങ്ങൾ രണ്ടുപേരും സത്യസന്ധയും ബഹുമാനവും അർഹിക്കുന്നു. 10. നിങ്ങൾ പരസ്പരം അതിരുകളെ ബഹുമാനിക്കുന്നു. ആത്മാർത്ഥമായ സ്നേഹബന്ധത്തിൽ നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും പരസ്പരം വൈകാരികവും മാനസികവും ശാരീരികവും ആത്മീയവുമായ അതിരുകളെ ബഹുമാനിക്കുന്നത് സ്വാഭാവികമായിരിക്കും. നിങ്ങൾ രണ്ടുപേരും സ്നേഹിക്കപ്പെടുകയും പിന്തുണക്കപ്പെടുകയും സുരക്ഷിതത്വം അനുഭവിക്കുകയും ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. അതിനുള്ള ഏക മാർഗം നിങ്ങൾ രണ്ടുപേരും സ്ഥാപിച്ച അതിരുകളെ ബഹുമാനിക്കുക എന്നതാണ്. നിങ്ങൾക്ക് സുഖകരമായി നിലനിർത്താൻ കഴിയുന്ന അതിരുകൾ. നിങ്ങളുടെ അതിരുകളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു ചോദ്യവുമില്ല, കാരണം ഒരു സ്നേഹബന്ധത്തിൽ മറ്റേയാൾ എല്ലാറ്റിനുമുപരി നിങ്ങളുടെ കൂടെ സുരക്ഷിതരാണെന്ന് അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. 11. നിങ്ങളുടെ യഥാർത്ഥ സ്നേഹം നിലനിർത്തുന്നതിൽ നിങ്ങൾ മുൻകൈയെടുക്കുന്നു.
പ്രണയപരമോ അല്ലാതെയോ ഉള്ള ബന്ധങ്ങളുടെയും സൗഹൃദങ്ങളുടെയും കാര്യത്തിൽ നിങ്ങളുടെ തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. നിങ്ങളുടെ യഥാർത്ഥ സ്നേഹം കണ്ടെത്തുമ്പോൾ ആ യഥാർത്ഥ സ്നേഹം നിലനിർത്തുന്നതിൽ മുൻകൈയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ ആധുനിക ലോകത്തിലെ നിരവധി കാര്യങ്ങൾ നമ്മെ വ്യതിചലിപ്പിക്കാനും നമ്മുടെ പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധങ്ങൾ ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണനകളിൽ നിന്ന് നമ്മെ അകറ്റാനും ശ്രമിക്കുന്നു. അതിനാൽ നിങ്ങളുടെ യഥാർത്ഥ പ്രണയബന്ധത്തിൽ മുൻകൈയെടുക്കുക എന്നതിനർത്ഥം നിങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളെ നിങ്ങൾ തിരഞ്ഞെടുത്തു എന്നാണ്. അവർ നിങ്ങളുടെ ബന്ധത്തിൽ വിശ്വസ്തരും തുറന്ന മനസ്സുള്ളവരുമാണ്. നിങ്ങളുടെ യഥാർത്ഥ സ്നേഹം നിങ്ങളുടെ വിശ്വാസത്തെ തകർക്കുകയോ നിങ്ങളുടെ വ്യക്തിപരമോ ശാരീരികമോ ആയ അതിരുകൾ ലംഘിക്കുകയോ ചെയ്യില്ല. നേരെമറിച്ച് നിങ്ങളുടെ യഥാർത്ഥ സ്നേഹം കണ്ടെത്തിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അത് നിലനിർത്താൻ നിങ്ങൾ ആവുന്നതെല്ലാം ചെയ്യും. നിങ്ങളുടെ യഥാർത്ഥ പ്രണയത്തെ കണ്ടുമുട്ടുന്നത് ഇപ്പോൾ സംഭവിച്ചതായിരിക്കാം, പക്ഷേ നിങ്ങളുടെ യഥാർത്ഥ സ്നേഹം നിലനിർത്തുന്നത് അങ്ങനെയല്ല. 12. പരസ്പരം കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കുന്നതിനുള്ള ഒരു സ്ഥിരമായ ബോധമുണ്ട്. സ്നേഹവും അടുപ്പവുമുള്ള ഒരു ബന്ധത്തിൽ തെറ്റിദ്ധരിക്കപ്പെടാൻ എളുപ്പമാണ്, മറ്റുള്ളവർ നമ്മളെ തെറ്റിദ്ധരിക്കുന്നത് പോലെ തന്നെ. നമ്മൾ എപ്പോഴും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഓടിക്കൊണ്ടിരിക്കും. നമ്മുടെ ഇമെയിലുകൾ, വ്യായാമ ദിനചര്യ, ബന്ധ ആവശ്യങ്ങൾ എന്നിവയുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നത് നമ്മുടെ പങ്കാളികളോട് നിരാശയോ അക്ഷമയോ തോന്നുന്നത് എളുപ്പമാക്കുന്നു. എന്നിരുന്നാലും ഒരു യഥാർത്ഥ പ്രണയബന്ധം നിലനിർത്തുന്നതിൽ നിങ്ങൾക്ക് മറ്റേ വ്യക്തിയുടെ കാഴ്ചപ്പാടിനെക്കുറിച്ച് നിരന്തരം ഒരു ധാരണ ഉണ്ടായിരിക്കും. തീർച്ചയായും ചിലപ്പോൾ നമുക്ക് ഇപ്പോഴും നിരാശയോ ക്ഷീണമോ അനുഭവപ്പെടും, പക്ഷേ പൊതുവെ നമ്മുടെ പങ്കാളിയുടെ അതുല്യമായ കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നു. അവരുടെ കാഴ്ചപ്പാട് നമ്മൾ എത്രത്തോളം മനസ്സിലാക്കാൻ ശ്രമിക്കുന്തോറും നമ്മുടെ പങ്കാളിക്ക് അവരെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാനാകുമെന്ന് നമുക്ക് കൂടുതൽ തോന്നും. അതിനാൽ നമ്മുടെ പങ്കാളിയുടെ കാഴ്ചപ്പാട് എപ്പോഴും നമ്മുടെ മനസ്സിൽ പ്രഥമവും പ്രധാനവുമായി സൂക്ഷിക്കുന്നത് ആരോഗ്യകരമായ ഒരു യഥാർത്ഥ പ്രണയ ബന്ധത്തിന്റെ മൂലക്കല്ലുകളിൽ ഒന്നാണ്. 13. നിങ്ങൾ പരസ്പരം മുൻഗണന നൽകുന്നു. പരസ്പരം മുൻഗണന നൽകുക എന്നതിനർത്ഥം നിങ്ങളുടെ വ്യക്തിപരമായ സന്തോഷമോ സമയമോ സൗഹൃദമോ ത്യജിക്കുക എന്നല്ല. നിങ്ങൾ ഒരുമിച്ച് ജീവിതം നയിക്കുമ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങളിൽ മറ്റേ വ്യക്തിയുടെ സുരക്ഷ, സംതൃപ്തി എന്നിവയ്ക്ക് നിങ്ങൾ മുൻതൂക്കം നൽകുന്നു. അവരുടെ വികാരങ്ങളെ മനഃപൂർവ്വം വ്രണപ്പെടുത്തുന്നതോ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അവരെ ചിന്തിപ്പിക്കുന്നതോ ആയ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കില്ല. നിങ്ങളുടെ തീരുമാനങ്ങളിൽ അവർക്ക് മുൻഗണന നൽകുന്നതിലൂടെ നിങ്ങൾ എല്ലാ ദിവസവും അവരെ തെരഞ്ഞെടുക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങളുടെ തെരഞ്ഞെടുപ്പുകളിലൂടെ നിങ്ങൾ അത് തെളിയിക്കുന്നു. 14. നിങ്ങൾ പരസ്പരം പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു. രാജ്യത്തിന്റെ മറുവശത്ത് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തു പോലും നിങ്ങൾക്ക് ഒരു മികച്ച ജോലി വാഗ്ദാനം ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏത് തീരുമാനത്തെയും നിങ്ങളുടെ യഥാർത്ഥ സ്നേഹം പിന്തുണക്കുമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ പുതിയ പദ്ധതികൾ, ആശയങ്ങൾ അല്ലെങ്കിൽ ജോലി വാഗ്ദാനങ്ങൾ പങ്കിടാൻ ഒരിക്കലും ഭയമില്ല, കാരണം അവർ നിങ്ങളുടെ വാക്കുകൾ കേൾക്കുമെന്നും അവസരത്തെക്കുറിച്ച് ഒരുമിച്ച് സംസാരിക്കുമെന്നും നിങ്ങൾക്കറിയാമല്ലോ. ക്വാറന്റൈൻ പോലുള്ള പ്രയാസകരമായ സമയങ്ങളിൽ ഇത് പ്രത്യേകിച്ചും സത്യമാണ്. നിങ്ങളുടെ ജോലിസ്ഥലം, നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നിടത്തേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ. ഇവയെല്ലാം നിങ്ങളുടെ ബന്ധത്തിലെ പരസ്പരമുള്ള നിങ്ങളുടെ സ്നേഹം പരീക്ഷിക്കുന്ന നിമിഷങ്ങളാണ്. നിങ്ങൾ പരസ്പരം എത്രത്തോളം പൂർണ്ണമായി പിന്തുണയ്ക്കുന്നുവെന്ന് നിങ്ങൾ തീർച്ചയായും കാണും. 15. ആശയവിനിമയം പ്രധാനമാണ്. പതിവ് ആശയവിനിമയം മാത്രമല്ല, ആരോഗ്യകരമായ ആശയവിനിമയവും പ്രധാനമാണ്. നിങ്ങളുടെ യഥാർത്ഥ സ്നേഹം കണ്ടെത്തുമ്പോൾ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്ന ഏറ്റവും നല്ല സുഹൃത്തിനെ ഒടുവിൽ കണ്ടെത്തിയതുപോലെയാണ് അത്. അത് പ്രവർത്തിക്കുന്നു. ആഴമേറിയതും വൈകാരികവുമായ തലത്തിലാണ് നിങ്ങൾ ബന്ധം സ്ഥാപിക്കുന്നത്. നിങ്ങൾ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. അവരോട് സംസാരിക്കാനും അവർക്ക് പറയാനുള്ളത് കേൾക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു. യഥാർത്ഥ സ്നേഹം എപ്പോഴും ആരോഗ്യകരമായ ആശയവിനിമയമാണ്. കളികളോ വഞ്ചനയോ മറ്റേതെങ്കിലും കാര്യത്തിന് മറ്റൊരാളെ കുറ്റപ്പെടുത്തലോ ഒരിക്കലും ഉണ്ടാകില്ല. നിങ്ങൾ ഒരു ദീർഘദൂര ബന്ധത്തിലാണെങ്കിൽ സ്ഥിരമായ ആരോഗ്യകരമായ ആശയവിനിമയം നിലനിർത്തേണ്ടത് അതുപോലെ തന്നെ അത്യാവശ്യമാണ്. ആധുനിക സാങ്കേതികവിദ്യയ്ക്ക് നന്ദി, നമ്മുടെ യഥാർത്ഥ പ്രണയവുമായി അനന്തമായ വഴികളിലൂടെ നമുക്ക് ആശയവിനിമയം നടത്താൻ കഴിയും. യഥാർത്ഥ സ്നേഹം കണ്ടെത്താൻ കഴിയുമെന്ന് ഇപ്പോൾ നമുക്കറിയാം. യഥാർത്ഥ സ്നേഹം പ്രണയത്തിൽ നിന്ന് വ്യത്യസ്തമാണ്, കാരണം യഥാർത്ഥ സ്നേഹം നിങ്ങൾ ആയിരിക്കുന്നതുപോലെ പരസ്പരം പൂർണ്ണമായും അംഗീകരിക്കുന്നു. യഥാർത്ഥ പ്രണയത്തിന്റെ അർത്ഥത്തിന് പിന്നിലെ പ്രാധാന്യം, അത് നിങ്ങളെ ആഴത്തിലുള്ള അഭിനിവേശവും ശാന്തതയും കൊണ്ട് ബന്ധിപ്പിക്കുന്ന ഒരു അഭേദ്യമായ ബന്ധമാണ് എന്നതാണ്.